അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി, നളഉ അദാത്തുൽ ഇസ്തിഫ്ഹാമിൽ മുനാസിബത്ത ഫി മക്കാനിൽ ഖാലി. ഒഴിഞ്ഞ സ്ഥലത്ത് യോജിച്ച അദാത്തുൽ ഇസ്തിഫ്ഹാം അഥവാ ക്വസ്റ്റ്യൻ ടാഗുകൾ വെച്ചു കൊടുക്കാനാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗുകളിവിടെ കൊടുത്തിട്ടുണ്ട്. കൈഫ, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് അർത്ഥം വരിക. കൈഫ എങ്ങനെ. പിന്നെ മത്ത, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്, എപ്പോൾ. പിന്നെ മാത, മാത എന്ന് പറഞ്ഞാൽ എന്ത്, എന്ത് എന്താണ് എന്നൊക്കെയാണ് അർത്ഥം വരിക. പിന്നെ ഐന, ഐന എന്ന് പറഞ്ഞാൽ എവിടെ. പിന്നെ കം, കം എന്ന് പറഞ്ഞാൽ എത്ര. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ? ഡാഷ് യഈഷു സമക്കു. സമക്ക് പറഞ്ഞാൽ മത്സ്യം, യഈഷു എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നു. അപ്പോൾ മത്സ്യം, മത്സ്യം ജീവിക്കുന്നത് ഇവിടെ എവിടെ എന്നുള്ളതാണ് വേണ്ടത്. മത്സ്യം ജീവിക്കുന്നത് എവിടെയാണ് എന്നല്ല ചോദ്യം വരിക. അപ്പോൾ അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, എവിടെ എന്നുള്ളതിന് ഏതാണ് ഉപയോഗിക്കുക? ഐനയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് വെച്ച് കൊടുക്കേണ്ടത്, ഐന. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക? ഐന യഈഷു സമക്കു, മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കൂ. ഡാഷ് റക്അത്തുൻ ലിൽളുഹ്രി. റക്അത്തുൻ ലിൽളുഹ്രി, ളുഹറിൻ്റെ റക്അത്തുകൾ അല്ലെങ്കിൽ ളുഹറിനുള്ള റക്അത്തുകൾ. എന്താണ് ഇവിടെ ചോദിക്കുക? ഇവിടെ എത്ര എന്നല്ല ചോദിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആകുമ്പോൾ എത്ര എന്നാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അറബി എന്താണ്? ഇതാ കം എന്നുള്ളതാണ് അതിൻ്റെ അറബി, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? കം എന്ന് കൊടുത്താൽ കം റക്അത്തൻ ലിൽളുഹ്രി, ളുഹറിൻ്റെ റക്അത്തുകൾ എത്ര. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് തഖൂലു ഫിർ റുക്കൂഇ. ഫിർ റുക്കൂഇ പറഞ്ഞാൽ റുക്കൂഇൽ, തഖൂലു പറഞ്ഞാൽ നീ പറയുന്നത്. അപ്പോൾ തഖൂലു ഫിർ റുക്കൂഇ, റുക്കൂഇൽ നീ പറയുന്നത്. ഇവിടെ എന്താ ചോദ്യം വരിക? റുക്കൂഇൽ നീ പറയുന്നത് എന്താണ് എന്നല്ല ചോദ്യം വരിക. അപ്പോൾ എന്താണെന്നുള്ള നമ്മൾ ഏതാ വെച്ച് കൊടുക്കേണ്ടത്? എന്താ ഇതാണ് വെച്ച് കൊടുക്കേണ്ടത്, മാതാ. അതാണ് മൂന്നാമത്തേതായിട്ട് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്, മാതാ. അപ്പോൾ എങ്ങനെ വരിക? മാതാ തഖൂലു ഫിർ റുക്കൂഇ, റുക്കൂഇൽ നീ എന്താണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് തന്നെയാണ്. ഇനി നാലാമത്തെ നോക്കൂ. ഡാഷ് ഹാലു വാലിദിക. ഹാല് വിശേഷം, അവസ്ഥ എന്നൊക്കെ ചോദിക്കുക. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ. അപ്പോൾ നിൻ്റെ പിതാവിൻ്റെ വിശേഷം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത്. നമ്മളങ്ങനെയാണല്ലോ ഹാല് ചോദിക്കുമ്പോൾ പറയാം ഏതാണ് ഉപയോഗിക്കൽ? കൈഫൽ ഹാൽ, കൈഫ ഹാൽ എന്നൊക്കെയല്ലേ ചോദിക്കൽ. അപ്പോൾ അത് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കൈഫയാണ്. നാലാമതായിട്ട് ചേർക്കേണ്ടത് കൈഫയാണ്. കൈഫ ഹാലു വാലിദിക, നിൻ്റെ പിതാവിൻ്റെ അവസ്ഥ, നിൻ്റെ പിതാവിൻ്റെ വിശേഷം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാം. ഇനി അഞ്ചാമത്തത് ഡാഷ് തഗറുബു ഷംസു. ഡാഷ് തഗറുബു ഷംസു. ഷംസ് പറഞ്ഞാൽ സൂര്യൻ, തഗറുബ് പറഞ്ഞാൽ അസ്തമിക്കുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത്. ഇനി ഇവിടെ എന്താ ചോദിക്കേണ്ടത്? എപ്പോൾ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അതിൻ്റെ ഒരു അറബി ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞതാ മത്ത എന്നുള്ളതാണ്. മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. അപ്പോൾ ഇതാണ് അഞ്ചാമതായിട്ട് ചേർക്കേണ്ടത്, മത്ത. അപ്പോൾ എങ്ങനെയായി വരും? മത്താ തഗറുബു ഷംസു, സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുക അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് എപ്പോഴാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, നോസിലു മായുനാസിബു, യോജിച്ചത് കൊണ്ട് ചേർത്ത് എഴുതാനാണ്. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങൾ നടുഭാഗത്ത് ഓരോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അതിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇല, മിൻ, ബി, അൻ, ഫി എന്നുള്ളതൊക്കെയാണ്. ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കി ഓരോന്നിനോടും അർത്ഥത്തിൽ യോജിക്കുന്ന വാക്കുകളാണ്, ഹർഫുകളാണ് വെച്ച് കൊടുക്കേണ്ടത്.
ഇവിടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇലൽ ബൈത്തി വീട്ടിലേക്ക്, ആ ഒരു അർത്ഥത്തിലാണ്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നാണ് ഉപയോഗിക്കുക. ഇൽ നിന്ന് ഏകദേശം സ്വന്തമായിട്ട് അതിനൊരു അർത്ഥം കൃത്യമായിട്ട് പറയാൻ വയ്ക്കില്ല. അതിൻ്റെ കൂടെ ഓരോ വാക്കുകൾ ചേരുമ്പോഴാണ് അർത്ഥം കൃത്യമായിട്ട് പറയാൻ വയ്ക്കുക. ഇപ്പം മിനൽ ബൈത്തി പറഞ്ഞാൽ വീട്ടിൽ നിന്ന്, അപ്പോൾ അതായല്ലോ. ഇനി ബി പറഞ്ഞാൽ കൊണ്ട് എന്നാണ്. കൊണ്ട് കൊണ്ട് ബിസിക്കീനി കത്തി കൊണ്ട് അങ്ങനെയൊക്കെ പറയാം. അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് തൊട്ട് എന്നൊക്കെ പറയാം. അൻ ഇപ്പോൾ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ അഥവാ ഫിൽ ബൈത്തി വീട്ടിൽ, ഈ അർത്ഥത്തിലൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ലഇബൽ വലതു കുട്ടി കളിച്ചു, ഡാഷ് അൽ കുറത്ത് പന്ത് എന്നുണ്ട്. അതെങ്ങനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ കൃത്യമാക്കും? നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാനൊക്കെ വരുമ്പോൾ അത് മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് അതിൻ്റെ അറബി ഏതാണ് ആ വാക്ക് അല്ലെങ്കിൽ വാക്കോ ഹർഫോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുത്താൽ മതി. ലഇബൽ വലതു പറഞ്ഞാൽ കുട്ടി കളിച്ചു എന്നാണ്, ആൺകുട്ടി കളിച്ചു. അതിൽ കുറ പന്ത് എന്ന് പറയുന്നത്. അപ്പോൾ പന്ത് കൊണ്ട് എന്നാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് ഏതാണ് ഉപയോഗിക്കുക? അതാ ബി എന്നുള്ളതാണ് ഉപയോഗിക്കുക. അതാണ് ഒന്നാമതായിട്ട്. അപ്പോൾ എങ്ങനെ വരും? ലഇബൽ വലതു ബിൽ കുറത്തി, പന്ത് കൊണ്ട് കുട്ടി കളിച്ചു എന്നാവും. ഇനി രണ്ട് നോക്കൂ. നബത്തൽ ഉഷ്ബു, നബത്തൽ ഉഷ്ബു ഡാഷ് അൽ അർളി. നബത്ത എന്ന് പറഞ്ഞാൽ മുളച്ചു എന്നാണ്. അൽ ഉഷ്ബ് പറഞ്ഞാൽ പുല്ല്, പുല്ല് മുളച്ചു. എവിടെ? അൽ അർള് ഭൂമി. ഇനി അതെങ്ങനെ കറക്റ്റാക്കുക? ഭൂമിയിൽ പുല്ല് മുളച്ചു എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇൽ എന്നുള്ളതിനേതാ ചേർക്കുക? അത് ഫി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമതായിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ഭൂമിയിൽ പുല്ല് മുളച്ചു. നബത്തൽ ഉഷ്ബു ഫിൽ അർളി, ഭൂമിയിൽ പുല്ല് മുളച്ചു എന്നാവും. ഇനി മുൻ നോക്കൂ. ഹറബത്ത് തിഫ്ലു, ഹറബത്ത് തിഫ്ലു പറഞ്ഞാൽ കുട്ടി ഓടി. കുട്ടി തിഫ്ലു കുട്ടി, ഹറബ പറഞ്ഞാൽ ഓടി, പേടിച്ചോടി എന്നൊക്കെ പറയാം. ഹറബത്ത് തിഫ്ലു കുട്ടി ഓടി. ഡാഷ് അൽ കൽബ്, കൽബ് പറഞ്ഞാൽ നായ. അപ്പോൾ എങ്ങനെ നമ്മൾ പറയാം? നായയെ തൊട്ട് കുട്ടി പേടിച്ചോടി എന്നാണ് വേണ്ടത്. നായ കണ്ടപ്പോൾ കുട്ടി പേടിച്ചോടി, നായയെ തൊട്ട് എന്നാണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറുള്ളത്. അതിന് നമ്മൾ ഇതാണ് ഉപയോഗിക്കുക, അൻ എന്നുള്ളതാണ് ഉപയോഗിക്കുക. മൂന്നാമതായിട്ട് അതാണ് അവിടെ കൊടുക്കേണ്ടത്, അൻ. ഹറബത്ത് തിഫ്ലു, ഇനി അത് കൂട്ടി പറയുമ്പോൾ അനി എന്നാണ് പറയുക. അനിൽ കൽബി, ഹറബത്ത് തിഫ്ലു അനിൽ കൽബി, നായയെ തൊട്ട് കുട്ടി പേടിച്ചോടി അല്ലെങ്കിൽ ഓടി എന്നൊക്കെ പറയാം. 4. യൻളുറുല്ലാഹു, അള്ളാഹു നോക്കും. ഖുലൂബിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം. അത് നമ്മളതിനെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നതാണ്. ആ ലേക്ക് എന്നുള്ളതിന് ഏതാണ് വരേണ്ടത്? ഇതാ ഇലയാണ് വരേണ്ടത്. അപ്പോൾ അതാണ് നാലാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, ഇല. അപ്പോൾ എങ്ങനെ വരിക? യൻളുറുല്ലാഹു ഇലാ ഖുലൂബിന, നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ, ഖുലൂബ് ഹൃദയങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ഇനി 5. നസ്റുൻ ഡാഷ് അല്ലാഹി വഫത്ഹുൻ ഖരീബ് എന്നാണ്. നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം. ഇനി ഇവിടെ ഒരു വാക്ക് ചേർക്കാണ്ട്, ഇവിടെ അള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്നാണ് വേണ്ടത്. പിന്നെ വഫത്ഹുൻ വിജയവും, ഖരീബുൻ അടുത്താണ്. അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും അടുത്താണ് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഇവിടെ അള്ളാഹുവിൽ നിന്ന്, അപ്പോൾ ഇൽ നിന്ന് എന്നുള്ള അറബിയാണ് ഇവിടെ ചേർക്കേണ്ടത്. അതേതാണ്? ദാ മിനയാണ്. അപ്പോൾ അതാണ് 5ാമതായിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? അവിടെ ചേർത്ത് കൊടുക്കുക മിന. അപ്പോൾ എങ്ങനെ വരും? നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ അജ്വിബ, ഉത്തരങ്ങൾ എഴുതാനാണ്. 3 ചോദ്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1ാമത്തെ ചോദ്യം, കം സൂറത്തൻ ഫിൽ ഖുർആനി, ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? കം സൂറത്തൻ ഫിൽ ഖുർആനി, ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? എത്ര സൂറത്തുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 114 സൂറത്തുകൾ. അപ്പോൾ 114 എന്നല്ല എഴുതേണ്ടത്, അറബിയിലാണ് അത് എഴുതേണ്ടത്, ലിസാനാണല്ലോ. അപ്പോൾ മിഅത്തുൻ വ അർബഅ അശ്റത സൂറത്തൻ, മിഅത്തുൻ വ അർബഅ അശ്റ സൂറ. മിഅത്തുൻ എന്ന് പറഞ്ഞാൽ 100, അർബഅ പറഞ്ഞാൽ 4, അശ്റ പറഞ്ഞാൽ 10. അപ്പോൾ 114 സൂറത്തുകൾ. മനസ്സിലായോ? ഇനി ഈ ആൻസർ ഒന്നും കൂടി കൃത്യമാക്കി എഴുതുകയാണെങ്കിൽ ഇവിടെ തുടക്കത്തിൽ
ഫിൽ ഖുർആനി എന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉഷാറായി. ഫിൽ ഖുർആനി, ഖുർആനിൽ 114 സൂറത്ത് 114 സൂറത്തുകളുണ്ട് എന്നാവും. രണ്ടാമത്തെ ചോദ്യം, മാതാ തഫ് അലു. മാതാ എന്ന് പറഞ്ഞാൽ എന്താണ്, തഫ് അലു നീ ചെയ്യുന്നത്. മാതാ തഫ് അലു നീ എന്താണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ 21-ാമത്തെ പേജ് അഥവാ 7-ാമത്തെ പാഠത്തിൽ ഇതിലുള്ള ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ 7-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ, എന്താണ് നീ ചെയ്യുന്നത്. നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞ തന്നെ എഴുതുകയാണെങ്കിൽ അത്തഅല്ലമു ഫിൽ കുല്ലിയ എന്നാണ് നമ്മൾ പഠിച്ചത്. ഫിൽ കുല്ലിയ അഥവാ ഞാൻ പഠിക്കുന്നു. ഫിൽ കുല്ലിയ കോളേജിൽ. അത്തഅല്ലമു ഫിൽ കുല്ലിയ, അത്തഅല്ലമു ഫിൽ കുല്ലിയ ഞാൻ കോളേജിൽ പഠിക്കുന്നു. ഇനി മൂന്നാമത്തെ എന്താ, ഐന കിതാബുക്ക. ഐന കിതാബുക്ക നിൻ്റെ പുസ്തകം എവിടെയാണ്. അതിൻ്റെ ഉത്തരം എന്താണ്, കിതാബി എൻ്റെ പുസ്തകം, ഫിൽ ഹഖീബത്തി ബാഗിലാണ്. ഫിൽ ഹഖീബത്തി ബാഗിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചോദ്യത്തിൽ ക എന്ന് വന്നാൽ അതേ വാക്കിൻ്റെ കൂടെ ഉത്തരത്തിൽ യാ കൂട്ടിയാൽ മതി. ഇപ്പോൾ കിതാബുക്ക എന്നാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ ഈ കാണ് മാറ്റുക ഉത്തരത്തിൽ, എന്നിട്ട് ഈ കിതാബിൻ്റെ കൂടെ യാ വെച്ചുകൊടുക്കുക. അപ്പോൾ കിതാബി എന്നാവും. അയിന ബൈത്തുക്ക എന്ന് ചോദ്യമാണെങ്കിൽ ബൈത്തുക്ക എന്നുള്ള ലക്ക മാറ്റുക, എന്നിട്ട് യാ വെച്ചുകൊടുക്കുക ആൻസറിൽ. അപ്പോൾ ബൈത്തീ എന്നാവും. നാലാമത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ അസ്ഇല ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. 3 ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഒന്നാമത്തെ ഉത്തരം നോക്കുക. ഫീ സൊഫി സലാസൂന ത്വാലിബൻ. ഫീ സൊഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ, സലാസൂന 30 ത്വാലിബൻ വിദ്യാർത്ഥികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ട്. ഇപ്പം എന്തേ കാര്യം ചോദ്യം, നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് എന്നല്ല ചോദ്യം വരിക. അതെങ്ങനെ നമുക്ക് അറബിയാക്കാം, ചോദ്യമാക്കി മാറ്റാം. എത്ര എന്നുള്ളതിന് കം എന്നാണ് ഉപയോഗിക്കുക. കം വിദ്യാർത്ഥികൾക്ക് ത്വാലിബൻ. അപ്പോൾ കം ത്വാലിബൻ എത്ര വിദ്യാർത്ഥികളുണ്ട്. ഇനി നിൻ്റെ ക്ലാസ്സിൽ, ക്ലാസ്സിൽ എന്നുള്ളതിന് ഫീ സൊഫി. ഇനി നിൻ്റെ എന്നുള്ളതിന് നമുക്ക് ക എന്നും കൂടി ചേർത്ത് കൊടുക്കണം. ക നിൻ്റെ ക്ലാസ്സിൽ, ഫീ സൊഫിക്ക നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ ഉത്തരം പറയുമ്പോൾ ഈ ഉത്തരത്തിൽ ഇതാ നോക്കൂ, സൊഫിൻ്റെ ലാസ്റ്റ് യാ ഉണ്ടല്ലോ, സൊഫി. ചോദ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യത്തിൽ ക വന്നാൽ ഉത്തരത്തിൽ അതേ വാക്കിൻ്റെ കൂടെ യാ ചേർത്ത് കൊടുക്കണം എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. അതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ, ബൈത്തി ഫിൽ ഖറിയത്തി. ബൈത്തി എൻ്റെ വീട്, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. ഇതൊക്കെ 7-ാമത്തെ പാഠത്തിലുള്ളതാണ്. അപ്പോൾ എന്തേക്കാരം ചോദ്യം, നിൻ്റെ വീട് എവിടെയാണ്. എവിടെ എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഐന എവിടെയാണ്. ഇനി നിൻ്റെ വീട്, വീടിനെ നമ്മൾ ബൈത്ത് എന്നാണ് പറയാം. ബൈത്തു നമ്മൾ പറഞ്ഞല്ലോ, നിൻ്റെ എന്നുള്ളതിന് ലാസ്റ്റ് ക എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഐന ബൈത്തുക്ക. ക നിൻ്റെ, ബൈത്ത് വീട്, ഐന എവിടെയാണ്. അപ്പോൾ ഐന ബൈത്തുക്ക നിൻ്റെ വീട് എവിടെയാണ്. അപ്പോൾ എന്താണ് ആൻസർ, ഇതാ ബൈത്തി ഫിൽ ഖറിയത്തി എൻ്റെ വീട് ഗ്രാമത്തിലാണ്. ഇതാ ക്വസ്റ്റ്യനിൽ ക വന്നു, അപ്പോൾ ഉത്തരത്തിൽ ഇതാ യാ വന്നു. ഇനി മൂന്നാമത്തത് നോക്കൂ, ഫീ യദി കിതാബി. ഫീ യദി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ, യദി ലാസ്റ്റ് യാ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ, കിതാബി എൻ്റെ പുസ്തകമാണ്. അപ്പോൾ ചോദ്യക്കാരൻ നിൻ്റെ കയ്യിൽ എന്താണ്, അങ്ങനെയുള്ള ചോദ്യം വരിക. അപ്പോൾ അതെങ്ങനെ നമുക്ക് അറബിയാക്കാം, എന്താണെന്നുള്ളതിന് മാതാ എന്താണ്. ഇനി നിൻ്റെ കയ്യിൽ, ഇൽ എന്നുള്ളതിന് ഫീ കൊടുക്കണം. കയ്യിന് യദാണ്, യദി. ഇനി നിൻ്റെ എന്നുള്ളതിന് ക എന്ന് കൊടുക്കണം ലാസ്റ്റ്. മാതാ ഫീ യദിക്ക നിൻ്റെ കയ്യിൽ എന്താണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാ ഫീ യദി കിതാബി. ഇതാ ക വന്നു, യദിൻ്റെ കൂടെ ക വന്നു ചോദ്യത്തിൽ. അപ്പോൾ ആ യദിൻ്റെ കൂടെ തന്നെ ഉത്തരത്തിൽ ക മാറ്റിയിട്ട് യാ ചേർത്ത് കൊടുക്കുക. മാതാ ഫീ യദിക്ക ഫീ യദി കിതാബി. ഇനി 5-ാമത്തെ ആക്ടിവിറ്റി
നുഅദ്ദിബു അറബിയാക്കി കൊടുക്കാനാണ്, അറബിയിലാക്കാനാണ്. 2 ചോദ്യമാണുള്ളത്. ഒന്ന്, നബിയിൽ കുളിക്കുന്നു, നബിയിൽ കുളിക്കുന്നു. അപ്പോൾ ഈ കുളിക്കുന്നു എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫീലാണ് ആദ്യം എഴുതേണ്ടത്. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഫീൽ ആദ്യം എഴുതുക, പിന്നെ ഫായിൽ എഴുതുക. അതാണ് അതിൻ്റെ ഒരു നല്ല രീതി, നമ്മൾ പഠിച്ച രീതി അതാണ്. അപ്പോൾ കുളിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? 4ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. യസ്തഹിമ്മു, യസ്തഹിമ്മു പറഞ്ഞാൽ കുളിക്കുന്നു. ആരാണ്? നബീൽ. അപ്പോൾ നബീലുൻ എന്ന് എഴുതിക്കുക. യസ്തഹിമ്മു നബീലുൻ, നബീൽ കുളിക്കുന്നു. ഇനി 2ാമത്തെ എന്താ? പിതാവ് ദിനപത്രം വായിക്കുന്നു, പിതാവ് ദിനപത്രം വായിക്കുന്നു. നമ്മൾ അത് 4ാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യം ഫീൽ കൊടുക്കുക, ആദ്യം ഫീൽ, പിന്നെ ഫായിൽ, പിന്നെ മഫ്ഊൽ, അങ്ങനെയാണല്ലോ അതിൻ്റെ രൂപം. അപ്പോൾ ആദ്യം ഫീൽ പറഞ്ഞാൽ പ്രവർത്തനം, ആ സെൻറ്റൻസിൽ ചെയ്യുന്ന പ്രവർത്തനം. ഇവിടെ എന്താണ് പ്രവർത്തനം? വായിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തനം. അതിൻ്റെ അറബി എന്താണ്? യഖ്റഉ എന്നാണ്, യഖ്റഉ. ഇനി ആരാണ് വായിക്കുന്നത്? പിതാവാണ്. അപ്പോൾ പിതാവിന് വാലിദ് എന്ന് കൊടുക്കുക, യഖ്റഉൽ വാലിദു. ഇനി എന്താണ് വായിക്കുന്നത്? ദിനപത്രം. ദിനപത്രത്തിന് നമ്മളെന്താ പറയുക? അൽ ജരീദത്തൽ യൗമിയ, ജരീദത്തൽ യൗമിയ എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാവും? പിതാവ് ദിനപത്രം വായിക്കുന്നു, യഖ്റഉൽ വാലിദു അൽ ജരീദത്തൽ യൗമിയ. ഇനി 6ാമത്തെ ആക്ടിവിറ്റി നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അർത്ഥം എഴുതാൻ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, അയ്യാദത്തുൽ മരീലി മിൻ സുന്നത്തി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെങ്ങനെ നമുക്ക് അർത്ഥം എഴുതാം? അയ്യാദത്തുൽ മരീലി, രോഗിയെ സന്ദർശിക്കൽ, രോഗിയെ സന്ദർശിക്കൽ. ഇത് നമ്മൾ 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. രോഗിയെ സന്ദർശിക്കൽ. മിൻ സുന്നത്തി നബിയിന എന്താണ്? നമ്മുടെ നബിയുടെ, നബിയിന എന്ന് പറഞ്ഞാൽ നമ്മുടെ നബിയുടെ. സുന്നത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ചര്യ. അപ്പോൾ ചര്യയിൽ പെട്ടതാണ്. ഇയാദത്തുൽ മരീലി മിൻ സുന്നത്തി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിൻ്റെ അർത്ഥം വരിക? പരിഭാഷ ഇപ്പം എങ്ങനെ വരും? രോഗിയെ സന്ദർശിക്കൽ നമ്മുടെ നബിയുടെ ചര്യയിൽ പെട്ടതാണ്. 2ാമത്തത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അൽ ഇൽമു, ഇൽമു എന്ന് പറഞ്ഞാൽ അറിവ്, അറിവ്. ഇനി എന്താണ്? ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ എന്താണ്? ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ്. അപ്പോൾ ജീവനാണ് എന്ന് എഴുതാം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇനി 7ാമത്തെ ആക്ടിവിറ്റി നുമയ്യിസു, വേർതിരിക്കാനാണ്. ഇവിടെ 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിഇൽ, മറ്റൊന്ന് ഫാഇൽ, മറ്റൊന്ന് മഫ്ഊൽ. ഇനി 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. യൻസുറുൽ വലതു അൽ അജൂസ, അതേപോലെ തഷ്റബു ജലീല അൽ ഹലീബ. ഇങ്ങനെ 2 ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് വേർതിരിക്കാം? ആദ്യം ഫിഇൽ എന്താണെന്നറിയണം. ഫിഇൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഫിഇൽ. ഫാഇൽ എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം ചെയ്യുന്നത് ആരാണോ അയാളാണ് ഫാഇൽ. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം എന്തിൻ്റെ മേലാണോ സംഭവിക്കുന്നത് അതാണ് മഫ്ഊൽ. ഇപ്പോൾ നോക്കൂ, യൻസുറു പറഞ്ഞാൽ സഹായിക്കും എന്നാണ്. ആര്? അൽ വലതു, കുട്ടി. ആരെ സഹായിക്കും? അൽ അജൂസ, വൃദ്ധനെ. കുട്ടി വൃദ്ധനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി വൃദ്ധനെ സഹായിക്കും എന്നൊക്കെയാണ് അർത്ഥം പറയാം. ഇവിടെ യൻസുറു പറഞ്ഞാൽ സഹായിക്കും എന്നല്ലേ, അത് നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. അപ്പോൾ അത് ഫിഇലാണ്. അപ്പോൾ യൻസുറു അത് ഫിഇൽ എഴുതാം. ഇനി ആരാണ് സഹായിക്കുന്നത്? അൽ വലതു, കുട്ടിയാണ് സഹായിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് വലതാണ്. അപ്പോൾ അതിനാണ് ഫാഇൽ എന്ന് പറയാം. അപ്പോൾ അൽ വലതു. ഇനി ആരെയാണ് സഹായിക്കുന്നത്? ആ സഹായം എന്ന് പറഞ്ഞ പ്രവർത്തനം ആരിലെ മേലെ സംഭവിക്കുന്നത്? അത് അജൂസ് എന്ന് പറയുന്ന ഈ വൃദ്ധൻ്റെ മേലിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് മഫ്ഊലായിട്ട് വരിക, അൽ അജൂസ.
അപ്പോൾ യൻസുറു എന്നുള്ളത് ഫായില്, അൽ വലതു എന്നുള്ളത് യൻസുറു എന്നുള്ളത് ഫേല്, അൽ വലതു എന്നുള്ളത് ഫായില്, അൽ അജൂസ എന്നുള്ളത് മഫ്ഊല്. ഇനി അടുത്ത് നോക്കൂ, തഷ്റബു ജലീലത്തുൻ അൽ ഹലീബ. തഷ്റബു പറഞ്ഞാൽ കുടിക്കും, കുടിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം പറയുക. ആരാണ്? ജലീല. ജലീലയാണ് കുടിക്കുന്നത്. എന്ത്? അൽ ഹലീബ്, പാല്. ജലീല പാല് കുടിക്കുന്നു. ഇവിടെ പ്രവർത്തനം ഏതാണ്? തഷ്റബു എന്നുള്ളതാണല്ലോ പ്രവർത്തനം തഷ്റബു എന്നുള്ളതാണ്. അപ്പോൾ അത് ഫിഇലാണ് എഴുതേണ്ടത്, തഷ്റബു. ഇനി ആരാണത് ചെയ്യുന്നത്? ജലീല. ചെയ്യുന്ന ആൾ ജലീലയാണ്. അപ്പോൾ അത് ഫായിലാണ്. ജലീല എന്നുള്ളത് ഫായില്. ഇനി എന്താണ് ആ പ്രവർത്തനം? എന്തിൻ്റെ മേലാണ് സംഭവിക്കുന്നത്? ഈ പാലിൻ്റെ മേലിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് മഫ്ഊലാണ്, അൽ ഹലീബ. അൽ ഹലീബ. അപ്പോൾ തഷ്റബു എന്നുള്ളത് ഫേല്, ജലീലത്തുൻ എന്നുള്ളത് ഫായില്, അൽ ഹലീബ എന്നുള്ളത് മഫ്ഊല്. ഇങ്ങനെ അത് വേർതിരിക്കാം. 8ാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു, പൂരിപ്പിക്കാനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലൊമീറാണ്. നമ്മൾ മുത്തസിലായ ലൊമീർ, മുൻഫസിലായ ലൊമീറൊക്കെ പഠിച്ചു. അതിൽ മുൻഫസിലായ ലൊമീറാണത്, അഥവാ ഒറ്റക്ക് നിൽക്കുന്ന, ഒരു പദത്തിൻ്റെ കൂടെ ഒന്നും ഇല്ലാതെ കൂടിച്ചേരാതെ ഒറ്റക്ക് നിൽക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുവ, ഹുമാ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാക്ക്, ഇവിടെ അടുത്ത ലൊമീർ ചേർക്കാണ്ട്, ഇവിടെയും ചേർക്കാണ്ട്, പിന്നെ ഹുമാ എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇവിടെയും ചേർക്കാണ്ട്. ഏതാണ്? ഹുവ, ഹുമാ കഴിഞ്ഞിട്ട് ഹും എന്നാണ്. അതിൻ്റെ ജംആണ് ഇവിടെ ചേർക്കേണ്ടത്. ജംഅ് മുദക്കർ ഇവിടെ ചേർക്കണം. ഇനി ഹിയ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഹിയ മുഫ്രദാണ്. ഹിയ മുഫ്രദ് മുഅന്നസാണ്. മുഫ്രദ് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത്, മുഅന്നസ് പറഞ്ഞാൽ പെണ്ണിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഹുമാ എന്നുള്ള ഇവിടെ ഉണ്ട്. ഇനി ഹുന്ന, അതിൻ്റെ ജംഅ് മുഅന്നസാണ് ഇവിടെ എഴുതേണ്ടത്, ഹുന്ന. അപ്പോൾ ഹും, ഹിയ, ഹുന്ന. ഹും, ഹിയ, ഹുന്ന, ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.